ഇത് കണ്ടെയ്നർ കടലിൽ നിന്ന് ലഭിച്ച കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നർ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിന് ചില തടസ്സങ്ങളുള്ളതിനാൽ അത് മുറിച്ചു മാറ്റി കൊണ്ടുപോകാനായിരുന്നു തീരുമാനമുണ്ടായത്. അങ്ങനെ മുറിച്ചു മാറ്റുന്നതിനിടയിലാണ് ഈ കണ്ടെയ്നറിൽ തീ പിടിക്കുകയും അത് വലിയ തോതിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഈ പ്രദേശമാകെ ഇരുട്ടിലാക്കുന്ന തരത്തിലുള്ള പുകയാണ് പ്രദേശം ഒന്നാകെ പരക്കുകയും ചെയ്ത്. ഇത് ഇപ്പോൾ ഈ ഫയർഫോഴ്സിനൊക്കെ അടക്കം ഇപ്പോൾ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഫയർഫോഴ്സിന് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ദുഷ്കരമാണ്. കാരണം ഈ വഴി ഇടുങ്ങിയ വഴികളാണ്. ഇടുങ്ങിയ വഴികളിലൂടെ ഒരു കാർ മാത്രം സഞ്ചരിക്കുന്ന വഴികളാണ് ഉള്ളത്. അവിടേക്കാണ് ഏകദേശം 8 കണ്ടെയ്നറുകൾ കൂട്ടിയിടുകയും അത് കൊണ്ടുപോകുന്നതിന് ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടെ വെച്ച് മുറിക്കുകയുമായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ കണ്ടെയ്നർ മുറിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇത് തീ പിടിക്കുകയും ചെയ്തു. നാട്ടുകാരും ഇപ്പോൾ NDRFിൻ്റെ സേനയടക്കം സ്ഥലത്തുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഈ തീ അണയ്ക്കാനുള്ളത് ശ്രമം നടത്തുകയാണ്. മറ്റെങ്ങോട്ടെങ്കിലും തീ വ്യാപിക്കുമോ എന്നുള്ളതടക്കം ഇപ്പോൾ പരിശോധിക്കുന്നു. അത് വ്യാപിക്കാതെ ഇരിക്കാൻ വേണ്ട നടപടികൾ നാട്ടുകാരും പോലീസും NDRF സേനയും ചേർന്ന് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.